Hi friends, എല്ലാവർക്കും ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നിങ്ങൾക്ക് യൂറോ ട്രക്ക് സിമുലേറ്ററിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബസ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. യൂറോ ട്രക്ക് സിമുലേറ്ററിന്റെ വെർഷൻ 1.31ലേക്കാണ് നമ്മൾ ബസ് മോഡ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. യൂറോ ട്രക്ക് സിമുലേറ്റർ വെർഷൻ 1.31 ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. അപ്പോൾ യൂറോ ട്രക്ക് സിമുലേറ്ററിൽ ഏതൊരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രൊഫൈലിൻ്റെ ആവശ്യമുണ്ട്. ഏകദേശം 100% ഒരു ലെവലെത്തിയ ഒരു പ്രൊഫൈൽ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് പ്രൊഫൈൽ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൊഫൈൽ ഡൗൺലോഡ് ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈലിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലേക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നേരെ ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക. ETS2LT എന്നുള്ള ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് പോവുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് കാണാം, ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാം. ബിലാൽ പ്രൊഫൈൽ എന്ന പേരുള്ള ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ബസ് മോഡ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ബസ് മോഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ബസ് മോഡ് എന്ന ലിങ്ക്. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു പേജിലേക്കാണ് നിങ്ങൾ പോവുക. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാം ടീം KBSന്റെ 3-in-1 പാക്ക് എന്ന ബസ് മോഡാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ 2 ലിങ്ക് കൊടുത്തതായിട്ട് കാണാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ലിങ്കിലും ക്ലിക്ക് ചെയ്തിട്ട് 2 ഫയൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെർഷൻ അനുസരിച്ചിട്ടുള്ള ബസ് മോഡ് നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തതായി നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ബസ്സിൻ്റെ സ്കിന്നാണ്. സ്കിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നെ ബസ്സിൻ്റെ സ്കിന്ന് എന്നിട്ട് ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാം കൊമ്പൻ ബസ് സ്കിൻ 5-in-1 പാക്ക് എന്ന ഈ ഒരു സ്കിന്നാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഒരു ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സ്കിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാ ഫയൽസും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ഫയൽസും നമ്മൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ഫയൽസും ഇപ്പം ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പ്രൊഫൈൽ എക്സ്ട്രാക്ട് ചെയ്യാം. അതിനായിട്ട് നിങ്ങൾ സൈഡിൽ ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്നുള്ളതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു സിപ്പ് ഫയൽ നിങ്ങൾക്ക് എക്സ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ച് അക്കങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഫോൾഡർ നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോൾഡർ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എടുക്കുക. ഡോക്യുമെൻറ്റ്സിൽ യൂറോ ട്രക്ക് സിമുലേറ്റർ എന്നൊരു ഫോൾഡർ ഉണ്ടാവും. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്താൽ പ്രൊഫൈൽ എന്നൊരു ഫോൾഡർ കാണാം. പ്രൊഫൈൽ എന്നൊരു ഫോൾഡർ എടുത്തിട്ട് അതിലേക്ക് നിങ്ങൾ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പ്രൊഫൈൽ എന്ന കാര്യം പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് മാരുതി സ്കിന്നിൽ നിന്നുള്ള നമ്മളെ സ്കിന്നിൻ്റെ ഈ ഒരു സിപ്പ് ഫയലില്ലേ, അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ അത് എക്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഫയൽ ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ടോട്ടലി 3 SCS ഫയൽ നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഒരു 3 SCS ഫയൽ നിങ്ങൾ കോപ്പി ചെയ്യാം. ഈ 3 ഫയൽസ് നിങ്ങൾ കോപ്പി ചെയ്തതിന് ശേഷം യൂറോ ട്രക്ക് സിമുലേറ്ററിന്റെ ഫോൾഡറിൽ മോഡ്സ് എന്ന ഫോൾഡർ ഉണ്ടാവും. ആ ഒരു മോഡ്സ് എന്ന ഫോൾഡർ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം മോഡ് എന്ന ഫോൾഡറിൽ 3 ഫയൽ നിങ്ങൾക്ക് കാണാം. ഒന്ന് നമ്മുടെ സ്കിന്നിൻ്റെ ഫയലാണ്, പിന്നെ 2 ഫയൽ കാണുന്നത് നമ്മുടെ മോഡിൻ്റെ ഫയലാണ്. അപ്പോൾ നമ്മുടെ കോപ്പി ചെയ്തിട്ടുള്ള എല്ലാ പരിപാടിയും ഇപ്പം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഗെയിം ഓപ്പൺ ചെയ്യുക എന്നതാണ്. അപ്പോൾ നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത പ്രൊഫൈലാണ് ഈ ബിലാൽ എന്ന ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ പ്രൊഫൈല്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മോഡ് മാനേജറിൽ ക്ലിക്ക് ചെയ്യാം. മോഡ് മാനേജറിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തെല്ലാം മോഡ്സ് ഇപ്പം ഇവിടെയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓരോ മോഡ്സിലും നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്പോൾ അത് ആക്റ്റീവ് എന്ന് കാണാം. ആക്റ്റീവ് എന്ന് കാണിച്ചിട്ട് നമ്മൾ കൺഫേം ചേഞ്ചസ് കൊടുക്കുക. താഴെ കാണുന്ന ഈ ഒരു കൺഫേം ചേഞ്ചസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിന്യൂ ഗെയിം എന്നതിൽ ക്ലിക്ക് ചെയ്യാം. ഗെയിം ഇപ്പോൾ ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് ട്രക്ക് ഡീലർ എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രക്ക് ഡീലർ എന്ന ഈ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ട്രക്ക് ഡീലർ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സ്കാൻ ചെയ്യുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാപ്പ് സെലക്ട് ചെയ്യാം. മാപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം വിസിറ്റ് സെലക്റ്റഡ് ഡീലറിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ഈ ഒരു
ഇൻ്റർഫേസിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ ബസ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ബസ് അപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ബസ്സിനെ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബസ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് കസ്റ്റമൈസ് കോൺഫിഗറേഷൻ എന്ന ഈ ഒരു സ്ഥലത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്താൽ നേരെ ഇത്തരത്തിൽ ഒരു വിൻഡോ ആണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ പെയിൻറ്റും ഇതിൻ്റെ സ്കിന്നും എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എൻജിൻ ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള കസ്റ്റമൈസേഷനും നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത കൊമ്പൻ എന്നൊരു സ്കിന്നില്ലേ, ആ ഒരു സ്കിന്ന് നമ്മളിപ്പം ബസ്സിന് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാം. അപ്പോൾ ആ ഒരു നല്ലൊരു രീതിയിൽ തന്നെ നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മോഡ് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ അത്യാവശ്യം മോഡിഫിക്കേഷനെല്ലാം ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പർച്ചേസ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇത് നമ്മുടെ മോഡിഫിക്കേഷൻ എല്ലാം ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. പർച്ചേസ് എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇത്തരത്തിലൊരു മാപ്പ് രൂപത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാപ്പ് രൂപത്തിൽ വന്നപ്പോൾ നമ്മൾ നടുക്ക് ഉള്ള ഒരു മാപ്പിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കാണാം കുറേ സ്ലോട്ടിലും പ്രൊഫൈൽ വന്നിട്ടുണ്ട്. അപ്പോൾ താഴോട്ടെല്ലാം നിങ്ങൾ നോക്കുമ്പോൾ കാണാം ഒരു പ്രൊഫൈൽസും ഇല്ലാത്ത സ്ലോട്ടുകൾ ഉണ്ടാവും. അപ്പോൾ ഒന്നും ഇല്ലാത്ത സ്ലോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ എടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗെയിം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബസ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്കിൻ ആഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മളെ ട്രക്ക് മാറ്റിയിട്ട് നമ്മൾ ബസ്സാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഒരു ബസ്സുള്ള പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗെയിമിലേക്ക് ബസ് മോഡ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ മോഡ്സും ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത്ര സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ മോഡ്സും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ ഒരു ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നന്ദകിഷോർ സൈനിങ് ഔട്ട്.